Hi guys, welcome back to our another video. Kerala to Ladakh Day 4. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എല്ലോറ കേവ്സ് നേരെ ചിറ്റർഗഹിലേക്കാണ് പോകുന്നത്. ഏകദേശം 654 കിലോമീറ്റർ ഉണ്ട്. ഇന്നത്തെ പ്ലാൻ അതാണ്. നമ്മൾ രാവിലെ ഏകദേശം 6:10 റൈഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ ഉള്ള ദൂലെ ഷോറൂമിലാണ്, റോയൽ എൻഫീൽഡിൻ്റെ. നമ്മൾ എല്ലോറ കേവ്സിൽ നിന്ന് രാവിലെ ഒരു 6:15 ഇറങ്ങിയായിരുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ കൂടെയുള്ള ഫയാസിൻ്റെ ബൈക്കിൻ്റെ ഓയിൽ സീലും എന്തൊക്കെയോ എൻജിൻ സൈഡിൽ എന്തൊക്കെ സീല് ബ്രേക്കായെന്ന് പറഞ്ഞിട്ട് ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ റോയൽ ഷോറൂമിൽ കയറിയതാണ്. നമ്മളിവിടെ 9 മണിക്ക് എത്തി. പക്ഷേ ഷോറൂം തുറന്ന സമയം 10-10:30. സർവീസിങ്ങും അതിൻ്റെ ഇതൊക്കെ സ്പെയർ പാർട്സിൻ്റെ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് തുറന്നപ്പോൾ തന്നെ 10:30 അടുപ്പിച്ചായി. അപ്പോൾ ഇതിപ്പോൾ ചെയ്ത് കിട്ടിയതേ ഉള്ളൂ, വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഷോറൂമൊക്കെ തുറക്കുന്ന ടൈം നിങ്ങൾ നോക്കിയോ, 10:30-11 മണിയൊക്കെ. നമുക്ക് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഉച്ചയായി. നമ്മൾ ഇന്ന് അറൗണ്ട് ഒരു 500 കിലോമീറ്റർ കവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് നടന്നില്ല. സ്റ്റിൽ 124 കിലോമീറ്ററാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇവിടെ അത്യാവശ്യം മഴയൊക്കെ മാറി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വർക്ക് ചെയ്ത് കഴിയുമെന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ ഫുഡ് ഡ്രസ് സെറ്റ് ചെയ്യാനാണ്. ഓൾറെഡി എൻ്റെ ബൈക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഫുൾ ഹൈവേ ആയതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് വരാനായിട്ട്, നമ്മുടെ ഹിമാലയന് കാൽമുട്ട് മടങ്ങിയിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വന്നു. അപ്പം ഇവിടെ കൂടെയുള്ളവന്മാരും ചെയ്തില്ല. അപ്പോൾ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കോൺഫിൻ്റെ ഷോപ്പിൽ നിന്ന്, റോഡ് ഷോറൂമിൽ നിന്ന് ഈ ഹൈവേ ഫുഡ് റെസ്റ്റ്, അതായത് ക്ലാസിക്കിൻ്റെ മേടിച്ചിട്ട് നമ്മൾ പുറത്ത് തൊട്ട് ചെയ്യാനായിട്ട് നിൽക്കുക. അപ്പം ഹൈവേ റെസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അവന്മാർ അതിന് വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഓൾറെഡി വണ്ടി ഒരു വർക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി ഇതും കൂടെ സെറ്റ് ചെയ്യണം, എന്നിട്ടേ പോകാൻ പറ്റൂ. ഇവിടെ 2-3 മണിയാവുമ്പോൾ പോകണം. എന്തായാലും ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഷോറൂമിൽ നിന്ന് നമ്മുടെ ബൈക്സ് സർവീസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ സമയത്ത് ഏകദേശം 2:30-3 മണിയായി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അവിടെ ഒരുപാട് സ്ഥലത്ത് നോക്കി, പക്ഷേ നല്ല ഫുഡ് ഉള്ള ഏരിയ ഒന്നും കണ്ടില്ല. അങ്ങനെ നേരെ അവിടെ ഒരു ബിരിയാണി കിട്ടുന്ന ഷോപ്പിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചു. ഭയങ്കര സ്പൈസി ബിരിയാണി ആയിരുന്നു. ആദ്യമായിട്ടാണ് അത്രയും സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണി ഞാൻ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഓടി ഓടി പോയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ ഭയങ്കര മഴ വീണ സമയത്ത് ബൈക്ക് എവിടെയെങ്കിലും സൈഡാക്കും, നമ്മൾ റെസ്റ്റ് ചെയ്യും. ഇന്നത്തെ റൈഡ് മൊത്തവും ഏകദേശം ഗട്ട് റോഡ് സെക്ഷൻ ആയിരുന്നു. നമ്മൾ എല്ലോറ കേസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഗട്ട് തുടങ്ങിയതാണ്. പിന്നെ ആകെ ദൂലെ മാത്രമാണ് നമുക്ക് സിറ്റി ആയിട്ട് കിട്ടിയത്. ചിറ്റൂർഗഹ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെയിൻ റോഡ് അല്ലാതെ ഗട്ട് റോഡാണ് ചൂസ് ചെയ്തത്. അങ്ങനെ പോകുന്ന പോക്കിൽ അടിപൊളി ഹിൽ വ്യൂയും വേലി വ്യൂയും ഒരുപാട് കിട്ടി. പോകുന്ന പോക്കിൽ ഒരുപാട് ഡാബാസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചാണ് പോയത്. പിന്നെ ഏകദേശം നമ്മളൊരു 6:30 ആയ സമയത്ത് നമ്മളെ സ്റ്റേ ഒക്കെ നോക്കി. പിന്നെ ആ സമയത്ത് അവിടെ മുഴുവൻ ഭയങ്കര റോഡ് പണിയും ഭയങ്കര റോഡ് ബ്ലോക്കും ആയിരുന്നു. ദൂരെ റോയൽ ഷോറൂമിൽ നിന്ന് നമ്മുടെ ബൈക്കുകളൊക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 3 മണി അടുപ്പിച്ചായി. നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറച്ചും കൂടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഓടി കുറച്ച് ഒരു 100-130 കിലോമീറ്റർ മാറി നമ്മൾ റൂം എടുത്തു. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് നമുക്ക് ബ്രേക്ക് പാടൊക്കെ ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ സ്റ്റേ എടുത്തു. ഇന്ന് നമ്മൾ ഓടിയത് എല്ലോറ കേവ്സിൽ ഇതുവരെ അറൗണ്ട് ഒരു 250 കിലോമീറ്റേഴ്സേ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഇടയ്ക്ക് നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടി. പിന്നെ വരുന്ന റോഡുകളെല്ലാം ഹൈവേ ഒക്കെ മാറി ഈ വില്ലേജ് ടൈപ്പ് റോഡുകളാണ്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് കിട്ടി. അപ്പോൾ നമുക്ക് ഏകദേശം ഇന്ന് നമുക്ക് 250 കിലോമീറ്ററേ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ റൂം എടുത്തേക്കാണ്. ഇന്ന് ഇവിടെയാണ് റൂം എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല വൈബുണ്ട്. നമ്മുടെ അടുത്ത് AC റൂം 2000 രൂപയാണ് പറഞ്ഞത്. പിന്നെ സംസാരിച്ച് നമ്മൾ 1500 രൂപയ്ക്ക് ഒതുക്കി. അത്യാവശ്യം നല്ല റൂമാണ്, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം. പക്ഷേ അഡീഷണൽ ബെഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെയാണ് 2000 രൂപയ്ക്ക് നമുക്ക് കിട്ടിയത്. പിന്നെ ബാൽക്കണി ഉണ്ട്. അത് നൈറ്റ് ആയതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. നമ്മൾ 4 ദിവസം സ്റ്റേ ചെയ്തത് രാജ്ഹൻസ് ഹോട്ടലാണ്. അത് ജുൽവാനിയ ഡിലോ മധ്യപ്രദേശിലാണ് നമ്മൾ സ്റ്റേ എടുത്തത്. പിന്നെ അറൗണ്ട് നമ്മൾ 6 മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഏകദേശം നമുക്ക് 1839 ടോട്ടൽ എക്സ്പെൻസ് ആയത് ഡേ 4. ഇതിൽ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ടീയും ബിസ്ക്കറ്റും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബനാന കഴിച്ചു.
പിന്നെ അത് കഴിഞ്ഞ് സ്പൈസി ബിരിയാണി ആയിരുന്നു, അത് 230 രൂപയായിരുന്നു. പിന്നെ ഈവനിങ് ബിസ്ക്കറ്റ്, ചായ. പിന്നെ റൂം റെന്റ് 500 ആയത്. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് നമ്മൾ ഫുഡ് അധികം കഴിച്ചില്ല. നട്ട്സും ബിസ്ക്കറ്റും ആയിരുന്നു അന്നത്തെ ഡിന്നർ. പെട്രോൾ എക്സ്പെൻസ് 1040 രൂപയാണ്. ടോട്ടൽ എക്സ്പെൻസ് 1839 ഡേ 4 നമുക്ക് ചിലവായത്. നമ്മുടെ ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് ഒരു ദിവസം എത്ര രൂപയാണ് എക്സ്പെൻസ് ആയത് എന്ന് കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ലേ ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പിന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതൊക്കെ കാണുന്നതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.